കുട്ടികളുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വിഷയം. കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് അവർ പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. കുഞ്ഞുങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത്. മിക്ക വീടുകളിലും മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കാറില്ല. കാരണം കുട്ടികൾ വളരെ സെലക്റ്റീവായി മാറിയിരിക്കുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് ന്യായമാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അവർ വേഗം കഴിച്ചുകൊള്ളും. അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് വളരെ എളുപ്പമാകും. എന്നാൽ അല്പം കൂടി മുതിർന്ന കുട്ടികളായി കഴിഞ്ഞാൽ ഇത്തരം രീതികളിൽ വ്യത്യാസം ഉണ്ടാകണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഏതായാലും അത് നല്ലതാണെന്നും അത് കുട്ടികൾ കഴിക്കണമെന്നും മാതാപിതാക്കൾക്ക് ഒരു നിർബന്ധം ഉണ്ടായിരിക്കണം. കഴിക്കാൻ കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ ചിലത് ഇതെനിക്കിഷ്ടമില്ല, ഇത് ഞാൻ കഴിക്കില്ല, ഇതെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ മാറ്റിവെക്കാറുണ്ട്. നമ്മൾ പണവും സമയവും പ്രയത്നവും ചിലവാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണം നിസ്സാരമായി വേണ്ട എന്ന് കുട്ടികൾ പറയുന്നു. മോശം ഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? വളരെ നിസ്സാരമായി ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണം മാറ്റിവെക്കുന്നത് നമ്മുടെ മക്കൾ മോശക്കാരായതുകൊണ്ടല്ല. കുട്ടികൾ ചിന്തിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ദിവസത്തിൽ 3 നേരം കൃത്യമായി കഴിക്കേണ്ട ഒന്നാണ് ആഹാരം. അത് അമ്മ ഉണ്ടാക്കുന്നു, അതാണ് അമ്മയുടെ പ്രധാന ജോലി. അപ്പോൾ അമ്മ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണ്ടേ? ഈ ധാരണയ്ക്കാണ് മാതാപിതാക്കൾ മാറ്റമുണ്ടാക്കേണ്ടത്. മുൻപിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ കുട്ടികൾക്കറിയൂ. എന്നാൽ അതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ ഉൽപ്പാദനം, അതിൻ്റെ പിന്നിലെ അനേകരുടെ അധ്വാനം, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ അധ്വാനം ചെയ്യുന്ന മാതാപിതാക്കൾ, വീട്ടിലെത്തിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മയുടെ പ്രയത്നം, ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾ ചിന്തിക്കുന്നില്ല. മാതാപിതാക്കളിലൂടെ കുട്ടികൾ ഇതെല്ലാം മനസ്സിലാക്കണം. അനേകരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഭക്ഷണമായി തങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് ഏത് ഭക്ഷണവും സ്വീകരിക്കുവാൻ കുട്ടികളുടെ മനസ്സിനെ പാകപ്പെടുത്തും. വിശപ്പടക്കാൻ വേണ്ടി ഓടയിലും കുപ്പയിലും ഭക്ഷണം തിരയുന്ന കുട്ടികൾ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തങ്ങളുടെ മുൻപിൽ മേശപ്പുറത്തെത്തുന്ന ഭക്ഷണത്തിൻ്റെ വില എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകും. ഒരു പരാതിയും ഇഷ്ടക്കേടുമില്ലാതെ അവർ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കും. കുട്ടികളുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചില ചെറിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളുമെല്ലാം മാതാപിതാക്കൾ നൽകേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് വെച്ച് തന്നെ കഴിക്കുക. ഭക്ഷണം വിളമ്പി വെച്ച് വിളിച്ചാൽ ഉടൻ കൈ കഴുകി വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാൻ എടുക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ടിവിയോ ഫോണോ ഉപയോഗിക്കാതിരിക്കുക. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വിളമ്പി മുഴുവൻ കഴിച്ചു തീർക്കുക. പ്ലേറ്റ് വയ്ക്കാൻ ടവൽ ഉപയോഗിക്കുക. ഭക്ഷണം താഴെ വീണാൽ വൃത്തിയുള്ള കൈകൊണ്ട് പെറുക്കിയെടുക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം അടുക്കളയിലെത്തിക്കുക തുടങ്ങിയവ. വീട്ടിൽ ഇത്തരത്തിലുള്ള പരിശീലനം ലഭിക്കുന്ന കുട്ടികൾക്ക് മറ്റ് സ്ഥലങ്ങളിലും നിയമങ്ങളോടും നിയന്ത്രണങ്ങളോടുമൊക്കെ വളരെ പോസിറ്റീവായി പ്രതികരിക്കാൻ സാധിക്കും. കഴിയുന്ന അവസരങ്ങളിലെല്ലാം മാതാപിതാക്കൾ മക്കളുമായി ചേർന്ന് ഭക്ഷണത്തിനിരിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തമാശകളും സല്ലാപങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പങ്കുവയ്ക്കലുമൊക്കെയുള്ള ഭക്ഷണ സമയം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആത്മബന്ധവും സൗഹൃദവും ഊഷ്മളമാക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി മാറട്ടെ.